പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഏതാണ് എന്ന് ചോദിച്ചാൽ അതിലാർക്കും ഒരു സംശയവും ഉണ്ടാവില്ല. ഏതാണ്ട് 35,000-ലധികം ബ്രാഞ്ചുകളുള്ള, ഞാനൊക്കെ എപ്പോഴും പറയുന്ന പോലെ തൂണിലും തുരുമ്പിലുമുള്ള, അങ്ങ് വിതുര മുതൽ അങ്ങ് ഇവിടെ വയനാട്ടിലെ ആദിവാസി കേന്ദ്രങ്ങളിൽ വരെയുള്ള, കാസർഗോഡ് മുതൽ അങ്ങ് തിരുവനന്തപുരം വരെയുള്ള എല്ലാ ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ള, സ്കൂളുകളിലും കോളേജുകളിലും ജയിലുകളിലും സർക്കാർ ഓഫീസുകളിലുമെല്ലാമുള്ള ഒരു ഓംനിപൊട്ടൻ്റ് പാർട്ടിയായിട്ടുള്ള CPM. ആ പാർട്ടിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി. എവിടെ ചെന്നാലും CPM എന്ന് പറഞ്ഞ പാർട്ടിയെ തട്ടാതെ നമുക്ക് പോകാൻ കഴിയില്ല. 35,000-ലധികം പാർട്ടി ബ്രാഞ്ച് മെമ്പർമാർ, പാർട്ടി ബ്രാഞ്ചുകൾ, 5 ലക്ഷത്തിലധികം പാർട്ടി അംഗങ്ങൾ, ഏതാണ്ട് 10-25 ലക്ഷത്തിലധികം CITUവിലെ മെമ്പർഷിപ്പ്, ലക്ഷങ്ങൾ വരുന്ന NGO യൂണിയൻ്റെ മെമ്പർഷിപ്പ്, ലക്ഷങ്ങൾ വരുന്ന KSTAയുടെ മെമ്പർഷിപ്പ്, ഇതെല്ലാം കൂടെ ചേർന്ന് എവിടെ ചേർന്നാലും CPMനെ നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. CPMൻ്റെ ശബ്ദം കേൾക്കാതിരിക്കാൻ കഴിയില്ല. ചുവന്ന കൊടികൾ കാണാതെ നമ്മൾക്ക് ഒരിടത്തുനിന്നും പോകാൻ കഴിയില്ല. കേരളത്തിലാണെങ്കിൽ കഴിഞ്ഞ 8 വർഷക്കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി CPMമാണ്. സുഹൃത്തുക്കളെ, ഇത്രയും വലിയൊരു പാർട്ടി, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ പാർട്ടി, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതാണ്ട് 10,000-ലധികം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന അംഗങ്ങളിൽ 70% CPMൻ്റെതാണ്. ആ പാർട്ടിയുടെ അവസ്ഥ എന്താ സുഹൃത്തുക്കളെ ഇന്ന് കേരളത്തിൽ? ആ പാർട്ടി കഷണങ്ങളായി പൊട്ടിച്ചിതറുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ആ പാർട്ടിയുടെ പരാജയം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. 2019 ആ പാർട്ടിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റേ കിട്ടിയുള്ളൂ. 2024 ഏതാണ്ട് ഒരു സീറ്റിൽ, അര സീറ്റിലൊക്കെ ആയിട്ട് ഒതുങ്ങി. 2024 ആലത്തൂർ എന്ന് പറഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് 20,000 വോട്ടിന് ജയിച്ചത് ഒഴിച്ചാൽ ഏതാണ്ട് 20 സീറ്റിലും തോറ്റ പോലെയായിരുന്നു ആ പാർട്ടി. 2024 ജയിച്ചിട്ടുമുണ്ട് ഒരുപാട് തവണ. 2021 100 സീറ്റിൽ അധികാരത്തിൽ വന്നു. 2016 ഏതാണ്ട് അത്രയും തന്നെ സീറ്റിൽ അധികാരത്തിൽ വന്നു. അപ്പോൾ ആ പാർട്ടിയുടെ ജയവും തോൽവിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, വലിയ തോൽവികളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ പാർട്ടി ഇവിടെ ഇന്നത്തെ അവസ്ഥ എന്താ? പൊട്ടിച്ചിതറുകയല്ലേ. എന്നെപ്പോലുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഈ പാർട്ടി ചിഞ്ഞ് നാറുന്നു, പുഴുത്തരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എമ്മാതിരി വിമർശനങ്ങളാണ് ഞങ്ങൾക്കെതിരെയൊക്കെ ഉയർന്നു വന്നത്. ആ പാർട്ടി ഇപ്പോൾ, ആ പാർട്ടിയുടെ ഡാർക്ക് അണ്ടർബെലി ഈസ് ഗെറ്റിംഗ് എക്സ്പോസ്ഡ്. ആ പാർട്ടി കഷ്ണങ്ങളായിട്ട് പൊട്ടിത്തെറിക്കല്ലേ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തുറയിൽ കസേര നിലത്തടിച്ച് പൊട്ടിച്ചിട്ട് തമ്മിലടി. അതിനേതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇരുമ്പ് വടി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി. തൃപ്പൂണിത്തുറയിൽ കരുനാഗപ്പള്ളിയിൽ സ്ത്രീകൾ വന്നിട്ട് എന്താ പറഞ്ഞത്? കള്ളന്മാരും കൊള്ളക്കാരും സ്ത്രീപീഡകരും ആണ് ഈ പാർട്ടിയുടെ നേതാക്കന്മാർ, അവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കൂ. തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ ലൈംഗിക വീഡിയോകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അമറുൽ ഇസ്ലാമിന് പകരം ഗോവിന്ദച്ചാമിയാണ് വന്നിരിക്കുന്നത് എന്ന് സ്ത്രീകൾ പറയുന്നു. അവർ കരുനാഗപ്പള്ളി പാർട്ടി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. അവരെല്ലാവരും പാർട്ടി ഭാരവാഹികളാണ്. അവർ അവിടെ വരുന്ന പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പൂട്ടിയിടുന്നു. ആലോചിച്ച് നോക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ്, CPMലാണ് സംഭവിക്കുന്നത്, കോൺഗ്രസിലല്ല. കോൺഗ്രസിൽ അടുത്ത കാലത്തൊന്നും ഇതുപോലെ അവരുടെ KPC മെമ്പർമാരെ പൂട്ടിയിടുന്നു നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ കരുനാഗപ്പള്ളിയിൽ ദീർഘകാലം കൊല്ലം ജില്ലയിലെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന K രാജഗോപാലിനെയും അവരുടെ പിന്നോക്ക മേഖലയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് മുൻ രാജ്യസഭാംഗമായിരുന്ന സോമപ്രസാദിനെയും പൂട്ടിയിടുകയാണ് അണികൾ. ആലോചിച്ച് നോക്കുക. തൃപ്പൂണിത്തുറയിൽ കമ്മ്യൂണിസ്റ്റ് CPMൻ്റെ പാർട്ടി അംഗങ്ങൾ ചുവട്ടുതൊഴിലാളികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കസര കൊണ്ട് അടിക്കുമ്പോൾ അതിന് സാക്ഷിയായിട്ടിരിക്കുന്നത് CM ദിനേശ് മണി എന്ന് പറഞ്ഞ സംസ്ഥാന കമ്മിറ്റി അംഗം. അയാളുടെ സാന്നിധ്യത്തിലാണ് ഈ അടി നടക്കുന്നത്. കൊഴിഞ്ഞാമ്പാറയിൽ ഒരു ഗ്രാമം മുഴുവൻ അങ്ങ് പോയി, ഒലിച്ചങ്ങ് പോയി. ഏതാണ്ട് 300 പാർട്ടി അംഗങ്ങളുള്ളതിൽ ഏതാണ്ട് 280 പാർട്ടി അംഗങ്ങളും പോയി. അവിടെ കൊഴിഞ്ഞാമ്പാറയിൽ 35 ബ്രാഞ്ച് സെക്രട്ടറിമാരിൽ 28 ബ്രാഞ്ച് സെക്രട്ടറിമാരും പോയി. അവിടെ വിമതന്മാർ കൺവെൻഷൻ കൂടി. അവിടെ സമാന്തര പാർട്ടി ഓഫീസ് അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് മംഗലപുരത്ത്
മധു മുല്ലശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരുത്തൻ അതിഭീകരമായിട്ടുള്ള അഴിമതിക്കാരൻ, 15 മിനിറ്റ് പോലും സംസാരിക്കാൻ കഴിവില്ലാത്ത ആളെ പാർട്ടി ഏരിയ സെക്രട്ടറി ആക്കേണ്ടി വന്നു എന്നാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ നേതാക്കന്മാർ പറയുന്നത്. ബീക്കൺ ലൈറ്റും വെച്ചുകൊണ്ടായിരുന്നു പോലും അയാൾ കാറിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. കൊടിയ അഴിമതിക്കാരൻ. ഇത്രയും നാൾ അയാളുടെ അഴിമതി എവിടെയായിരുന്നു? അയാളിപ്പം കുറ്റിയും പറിച്ചുകൊണ്ട് BJP-യിലേക്ക് പോയി. ഇതുപോലുള്ള കക്കൂസ് മാലിന്യങ്ങളെയാണ് BJP അവരുടെ പാർട്ടിയിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിൽ ബിപിൻ സി ബാബു അയാളും വിട്ട് BJP-യിലേക്ക് പോയി. അയാൾക്കെതിരെ എന്തോ ഗാർഹിക പീഡന കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എല്ലാ ജില്ലകളിലും ഇതേറെയും കുറഞ്ഞും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ഏരിയ സമ്മേളനങ്ങളിലേക്ക് വരുന്നപ്പോൾ തന്നെ ഇതാണ് സ്ഥിതി. അപ്പോൾ ജില്ലാ സമ്മേളനത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് സുഹൃത്തുക്കളെ. ഇതൊരു അനിവാര്യതയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റുകാരാണ് ഞങ്ങളെപ്പോലുള്ളവർ. ഉമേഷ് ബാബുവിനെ പോലുള്ളവർ, ഞാൻ ഒക്കെ ഉൾപ്പെടെ അതിനകത്ത് പെടും. എന്താ കാരണം? ഇത് മുകളിൽ തന്നെ ഏറ്റവും ദ്രവിച്ച് ചീഞ്ഞ് നാറിയിരിക്കുകയാണ്. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലാണ്. പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെയൊക്കെ നടന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. പിണറായി വിജയൻ്റെ അവസ്ഥ എന്താ? എത്ര അഴിമതി കേസുകൾ! അഴിമതിയിൽ ചീഞ്ഞു നാറി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി അഴിമതിയിൽ ചീഞ്ഞു നാറി നിൽക്കുകയാണ്. പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള പിണറായി വിജയൻ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ഡോളർ കള്ളക്കടത്ത് കേസ്, മാസപ്പടി കേസ്, എന്തൊക്കെ കേസുകളാണ് അയാൾക്കെതിരെയും അയാളുടെ ഭാര്യയ്ക്കെതിരെ, അയാളുടെ മകനെതിരെ ഒക്കെ നമ്മൾ കേട്ട് നമുക്കിപ്പം പിണറായിക്കെതിരെ ഒരു പുതിയ അഴിമതി കേസ് വന്നാലൊന്നും നമുക്കൊരു അത്ഭുതവുമില്ല. അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് ചീഞ്ഞു നാറുകയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി. അയാളുടെ പേരിലൊക്കെ എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്? എന്തൊക്കെ അഴിമതി ഇടപാടുകളാണ് ഇവരെ കുറിച്ചിട്ട് നമ്മൾ കേൾക്കുന്നത്? അപ്പോൾ സ്വാഭാവികമായും മുകളിൽ ചീഞ്ഞു നാറിക്കഴിഞ്ഞാൽ അത് താഴത്തേക്ക് പരക്കുന്നതിൽ എന്താണ് അത്ഭുതം? മുകളിലെ നേതാക്കന്മാർ ചെയ്യുന്നത് കണ്ടുകൊണ്ടല്ലേ താഴത്തെ പാർട്ടി അംഗങ്ങൾ ചെയ്യുന്നത്? അഴിമതി, സ്വജനപക്ഷപാതം, സ്ത്രീപീഡനം, ഭൂമി കയ്യേറ്റം, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അത് താഴെത്തട്ടിലേക്കുള്ളവർ ചെയ്യുകയാണ്. അത് ചെയ്തതിൻ്റെ പാരമ്യത്തിലെത്തിയിരിക്കുന്നു. ഇപ്പോൾ പ്രത്യശാസ്ത്ര ചർച്ച എന്നൊക്കെ പറയുന്നത് എല്ലാം നിന്ന് പോയിട്ട് കൊല്ലം എത്രയായി? 2005 മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ അവസാനിച്ചതാണ് പ്രത്യശാസ്ത്ര ചർച്ച. അച്യുതാനന്ദൻ പോയതോടുകൂടി അതെല്ലാം അവസാനിച്ചു. ഇപ്പോൾ എങ്ങനെയാണ് വെട്ടി കഷ്ണമാക്കി തിന്നുകൊണ്ട് പോവുക, സ്ത്രീപീഡനം നടത്തുക, ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുക, ഭൂമി കയ്യേറ്റം നടത്തുക, അഴിമതി നടത്തുക, സ്വജനപക്ഷപാതം നടത്തുക എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിനി അധികകാലമില്ല എന്നുള്ളത് വ്യക്തമല്ലേ? ഇതിൻ്റെ അവസാന റീൽ ഓടിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വ്യക്തമല്ലേ? ഇതിൻ്റെ അന്ത്യകൂദാശ നടന്നിരിക്കുന്നു എന്നുള്ളത് വ്യക്തമല്ലേ? അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്ന് പറഞ്ഞ പാർട്ടിയുടെ കേരളത്തിലെ അധ്യായം ഏതാണ്ട് പൂട്ടിക്കെട്ടിയിരിക്കുന്നു, ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഈ പാർട്ടിയുടെ അടിത്തട്ടിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ തെളിയിക്കുന്നത്. ഇതിനി ഒരു തിരിച്ചുവരവ് അസാധ്യമാണ് എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. പിണറായി വിജയൻ്റെയും എം.വി. ഗോവിന്ദൻ്റെയും കാലഘട്ടത്തിൽ ഈ പാർട്ടിയുടെ അവസാനം നമ്മളിവിടെ കാണാൻ പോവുകയാണ്. ഇതൊക്കെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഉമേഷ് ബാബുവിനെ പോലുള്ളവരും കെ.എസ്. ഹരിഹരൻ എന്നെ പോലെയൊക്കെ ഉള്ള ആളുകൾ വർഷങ്ങളായി ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് ഇവിടെ സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 1964 മുതലുള്ള ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ 2024 എന്ന് പറയുന്നത് ഒരു വാട്ടർ ഷെഡായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്ന് പറയുന്നൊരു പഴങ്കഥയായി കേരളത്തിൽ മാറാൻ പോകുന്നു എന്നതിൻ്റെ അവസാന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ എല്ലാ ജില്ലകളിലും CPM-നകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.